അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ മണ്ഡലത്തിൽ നിന്ന് കെ മുരളീധരൻ മത്സരിക്കാൻ സാധ്യതയെന്ന് റിപ്പോർട്ടുകൾ. ഔദ്യോഗിക തലത്തിൽ ചർച്ചകൾ നടന്നിട്ടില്ലെങ്കിലും അനൌദ്യോഗിക ചർച്ചകൾ നടക്കുന്നുമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരന് ഭൂരിപക്ഷം കിട്ടിയ ഏക മണ്ഡലം ഗുരുവായൂരാണ്. ഇതുകൂടി പരിഗണിച്ചാണ് ഗുരുവായൂർ മത്സരിക്കാൻ കെ മുരളീധരൻ തയ്യാറെടുക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. കെ മുരളീധരന് വേണ്ടി സീറ്റ് വിട്ടുകൊടുക്കുന്നതിൽ മുസ്ലിം ലീഗിന് എതിർപ്പുണ്ടാകാനിടയില്ല. മാത്രമല്ല, കെ കരുണാകരനുമായി ആത്മബന്ധമുള്ള ഗുരുവായൂരിൽ കെ മുരളീധരൻ മത്സരിക്കുന്നത് ഗുണം ചെയ്യുമെന്നും പാർട്ടി വിലയിരുത്തുന്നു. ഗുരുവായൂർ മണ്ഡലം കാലങ്ങളായി മുസ്ലിം ലീഗിന്റെ കൈവശമാണ്. എന്നാൽ 2006 മുതൽ ഇവിടെ വിജയിക്കാൻ ലീഗിന് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ തവണ CPIMന്റെ NK അക്ബർ 18,000 വോട്ടുകൾക്കാണ് ലീഗിലെ KN ഖാദറിനെ പരാജയപ്പെടുത്തിയത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ എല്ലായിടത്തും പുറകോട്ട് പോയപ്പോൾ ഗുരുവായൂർ മണ്ഡലം മുരളീധരന് ഒപ്പം നിന്നു. കഴിഞ്ഞ 20 വർഷത്തോളമായി പരാജയപ്പെടുന്ന സീറ്റ് കോൺഗ്രസിന് വിട്ടു നൽകാൻ ലീഗ് തയ്യാറാണെന്ന സൂചനയും ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, കെ മുരളീധരനാണ് മത്സരിക്കുന്നതെങ്കിൽ സീറ്റ് നൽകാമെന്ന് ലീഗ് നേതാക്കൾ അനൌദ്യോഗികമായി സമ്മതിച്ചിട്ടുള്ളതായി അറിയുന്നു. പകരമായി ലീഗിന് കയ്പമംഗലം സീറ്റോ കുന്നംകുളം സീറ്റോ നൽകാമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിട്ടുള്ളത്. താരതമ്യേന ജയസാധ്യത കുറവുള്ള കയ്പമംഗലം സീറ്റിന് പകരം കുന്നംകുളം സീറ്റ് ലഭിച്ചാൽ മതിയെന്ന് ലീഗും കരുതുന്നു. കുന്നംകുളത്ത് കഴിഞ്ഞ തവണ CPM സ്ഥാനാർത്ഥി AC മൊയ്തീന് മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായിട്ടുണ്ട്. അവിടെ ലീഗ് സ്ഥാനാർത്ഥി മത്സരിച്ചാൽ കൂടുതൽ വോട്ടുകൾ കേന്ദ്രീകരിക്കാൻ കഴിയുമെന്നും സീറ്റ് തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നും ലീഗിന് ആത്മവിശ്വാസവുമുണ്ട്. നേരത്തെ CMPയുടെ CP ജോൺ മത്സരിച്ച സീറ്റായിരുന്നു കുന്നംകുളം. കഴിഞ്ഞ തവണ കുന്നംകുളം കോൺഗ്രസ് ഏറ്റെടുത്തെങ്കിലും CPMലെ AC മൊയ്തീനോട് പരാജയപ്പെടുകയായിരുന്നു. CP ജോണിന് ജയസാധ്യതയുള്ള സീറ്റ് വേണമെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷിയോട് CP ജോൺ ആവശ്യപ്പെട്ടതായി വാർത്തയുമുണ്ടായി. ഈ സാഹചര്യത്തിലാണ് കുന്നംകുളം സീറ്റ് ലീഗിന് വെച്ചുമാറാനുള്ള നീക്കം നടക്കുന്നത്. ഗുരുവായൂർ മണ്ഡലത്തിൽ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള 42% വോട്ടർമാരും ഏതാണ്ട് അത്ര തന്നെ ഹിന്ദു വോട്ടർമാരും ഉണ്ടെന്നാണ് സെൻസസ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഗുരുവായൂർ മണ്ഡലത്തിൽ പാർട്ടിക്കുള്ളിൽ ചെറിയ തോതിലുള്ള ഗ്രൂപ്പിസവും നിലനിൽക്കുന്നുണ്ട്. ഇതുകൂടി കണക്കിലെടുത്താണ് സീറ്റ് വിട്ടുകൊടുക്കാൻ ലീഗ് തയ്യാറെടുക്കുന്നത്. അതോടൊപ്പം കളമശ്ശേരി സീറ്റ് കൂടി ലീഗിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ലീഗിൽ ഉയർന്ന പ്രതിഷേധങ്ങൾ പരാജയത്തിന് കാരണമായെന്ന വിലയിരുത്തലുമുണ്ട്. ഇതുകൂടി കണക്കിലെടുത്താണ് കളമശ്ശേരി മണ്ഡലം കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. പകരം ലീഗിന്റെ കൈവശമുണ്ടായിരുന്ന പഴയ മട്ടാഞ്ചേരി മണ്ഡലം, ഇപ്പോൾ കൊച്ചി എന്നറിയപ്പെടുന്ന മണ്ഡലം ലീഗിന് തിരികെ കൊടുക്കാമെന്ന ചർച്ചകളും സജീവമാണ്. ഏതായാലും ഗുരുവായൂർ മണ്ഡലത്തിലെ ചില പരിപാടികളിലും വീട് സന്ദർശനത്തിലും കെ മുരളീധരൻ സജീവമായതും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്.